ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു, നമ്മളും സുഖമായിരിക്കുന്നു കേട്ടോ. 2026 പുതുവർഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം മാത്രമല്ല, ഈ വർഷം മുതൽ അങ്ങോട്ട് എല്ലാ വർഷങ്ങളും എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും സമാധാനവും മാത്രം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ, ലോങ് വീഡിയോ ആണ്. ഷോർട്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഈ വർഷത്തെ വീഡിയോ ആണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലെ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതെപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, എപ്പോഴും കുറച്ച് പുറകോട്ടാണ്. മറ്റൊന്നും കൊണ്ടല്ല, തിരക്കുകൊണ്ടാണ്. ഇതിപ്പോ ക്രിസ്മസ് ദിനത്തിലെ അമ്മുക്കുട്ടിയുടെ ലഞ്ച് ടൈം ആണ് കേട്ടോ. ഇന്നെനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും ക്രിസ്മസ് ആയിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്ന്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസങ്ങളും ഒരുപോലെ തന്നെയാണ്. ക്രിസ്മസ് ആയാലും ഓണമായാലും മുഹറമായാലും എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുപോലെ തന്നെയാണ്. ഏത് ഡ്യൂട്ടി വന്നാലും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അത് ചെയ്യും കേട്ടോ. അതെ, സംസാരിച്ച് കാട് കയറി പോകുന്നുണ്ടോ അതോ വിഷയത്തിൽ തെന്നിയും മാറി പോകുന്നോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ ക്രിസ്മസ് ലഞ്ച്. ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് പനീർ ഫ്രൈ ഉണ്ട്, അതുപോലെ ഒരു ചെറിയ ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ മേമ്പൊടിക്കായിട്ട് നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിച്ചിട്ട് അമ്മുക്കുട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫിഷ് നമ്മൾ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. നമ്മളിവിടെ കിളിമീൻ എന്നാ പറയാ. പല സ്ഥലത്തും ഉണ്ണിമേരി അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ പനീർ സാധാരണ നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പനീർ ടിക്ക ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം പനീർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാമെന്ന് നമ്മൾ അപ്പോൾ തന്നെ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അമ്മുക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ലഞ്ചും അമ്മുക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലഞ്ചിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് അങ്കമാലിയിലേക്കാണ്. അമ്മുക്കുട്ടിയുടെ അച്ഛന്റെ വീട് അങ്കമാലിയിലാണ്. ക്രിസ്മസ് മാത്രമല്ല മറ്റെല്ലാ ആഘോഷങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അങ്കമാലിയിൽ വെച്ചാണ്. എന്നാൽ ഇത്തവണ നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല. മറ്റൊന്നുമല്ല, അമ്മുക്കുട്ടിയുടെ അപ്പൂപ്പൻ മരിച്ചിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി 1 മണിക്കൂറോളം എടുക്കും കേട്ടോ അങ്കമാലിയിൽ എത്താനായിട്ട്. നമ്മൾ അങ്കമാലിയിൽ എത്തിയിട്ടോ. അവിടെ നമ്മളെ കാത്ത് വട്ടയപ്പവും പ്ലം കേക്കും ഒക്കെ ഇരിപ്പുണ്ട്. അയൽവക്കക്കാർ വളരെയധികം സ്നേഹമുള്ളവരും അടുപ്പമുള്ളവരും ആണെങ്കിൽ എല്ലാ വിശേഷ ദിവസങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്കമാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മുക്കുട്ടിയെ നോക്കേണ്ടതില്ല. അമ്മുക്കുട്ടി ചേച്ചിമാരുടെയും വല്യമ്മമാരുടെയും ചേട്ടന്മാരുടെയും കൂടെ ഫുൾ ബിസി ആയിരിക്കും, ഫുൾ ഹാപ്പി ആയിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മുക്കുട്ടി ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് അങ്കമാലിൽ ഇരിക്കുമ്പോഴാണെന്ന്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ലവ് യു ഓൾ.